ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പ്രിയമുള്ളവരെ, വളരെ സന്തോഷത്തോടെ ഒപ്പം തന്നെ അഭിമാനത്തോടും കൂടിയാണ് 2 വർഷം MTTVയുടെ 2 വർഷത്തെ പ്രവർത്തനം കഴിഞ്ഞുള്ള ഈ കൂട്ടായ്മയിൽ ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നു. അതിന് വളരെ സുപ്രധാനമായൊരു കാര്യമുണ്ട്. എന്തെന്നാൽ നമുക്കറിയാം, ഫെഫ്ക എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം കേരളത്തിൽ രൂപം കൊണ്ടിട്ട് ഏതാണ്ട് 16 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഫെഫ്കയെക്കുറിച്ച് ഒന്നും പറയേണ്ടതില്ല. അനിഷേധ്യമായ, നമ്മുടെ സാംസ്കാരിക രംഗത്തെ അനിഷേധ്യമായ ട്രേഡ് യൂണിയൻ സാന്നിധ്യമാണ്. സാംസ്കാരിക രംഗത്തും കലാരംഗത്തും സാമൂഹ്യ രംഗത്തും വളരെ പ്രസക്തിയുള്ള, എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു ശബ്ദം അതിനുണ്ട്. അത് നമ്മുടെ സമാരാധ്യനായ വി ഉണ്ണികൃഷ്ണൻ്റെ ശബ്ദമാണ്. എല്ലാ വിഷയങ്ങളിലും വളരെ ഗഹനമായി തന്നെ പഠിച്ച് കൃത്യമായ ഇടപെടലുകളും അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ നേതൃത്വം നൽകിക്കൊണ്ട് അദ്ദേഹം നമ്മുടെ ഈ ഒരു സംഘടന തുടങ്ങിയപ്പോൾ ഈ 2 വർഷം കൊണ്ട് നമുക്ക് അഭിമാനിക്കത്തക്ക എന്താണ് ഉണ്ടായത് എന്നുള്ള കാര്യം ഞാൻ ആദ്യം പറയാം. ഫെഫ്കയുടെ നേതൃത്വത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അഭിനന്ദനമാണ്. എന്താണ് അഭിനന്ദനം? 2 വർഷം കൊണ്ട് ഫെഫ്കയുടെ മറ്റെല്ലാ യൂണിയനുകളെക്കാൾ വളരെ ഷോർട്ട് പീരീഡ് കൊണ്ട് എണ്ണിപ്പറയാവുന്ന നേട്ടങ്ങൾ, അഭിമാനിക്കാവുന്ന പ്രവർത്തനം കാഴ്ചവെക്കാൻ മലയാളം ടെലിവിഷൻ പ്രവർത്തകർക്ക് കഴിഞ്ഞു, നമ്മുടെ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു എന്ന് ആധികാരികമായി എനിക്ക് അവരിൽ നിന്നും, ഫെഫ്കയുടെ നേതൃത്വത്തിൽ നിന്നും അഭിനന്ദനം ലഭിച്ചിട്ടുണ്ട്. അഭിനന്ദനം ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു. ഈ അഭിനന്ദനത്തിൻ്റെ പൂർണ്ണമായ അവകാശികളും എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരുമാണെന്ന് എനിക്കറിയാം. കാര്യം, നമുക്ക് നേതൃത്വമുണ്ട്, പ്രവർത്തന ദിശാബോധമുള്ള ഒരു അഡ്വൈസറി ബോർഡിന് എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഈ തരത്തിലുള്ള ഒരു അഭിനന്ദനം 2 വർഷം കൊണ്ട് ഫെഫ്കയുടെ മറ്റേത് യൂണിയനേക്കാളും പ്രഗത്ഭമായ രീതിയിൽ വലിയ നേട്ടങ്ങൾ നേടി എന്ന് പറഞ്ഞ് ആധികാരികമായി അഭിനന്ദനം നമുക്ക് നൽകി കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ദിവസം അതുകൊണ്ട് തന്നെ വളരെ ധന്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. തുടർന്ന് നമുക്കിപ്പോൾ നമ്മൾ പറയാം, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രവർത്തനം, എന്താണ് ഈ പ്രവർത്തനം? തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. കാരണം ഫെഫ്കയുടെ ബ്രാൻഡ് അംബാസിഡേഴ്സാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ എന്താണ് ഈ അഭിനന്ദനത്തിനുള്ള അർഹത? അതിനെ സംബന്ധിച്ച് വളരെ വിശദമായൊരു റിപ്പോർട്ട് നമ്മുടെ വർക്കിംഗ് സെക്രട്ടറി ശ്രീജിത്ത് ഇവിടെ അവതരിപ്പിക്കും. എങ്കിലും എടുത്തു പറയത്തക്ക വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. അതിലെടുത്തു പറയത്തക്ക ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, നമ്മുടെ തൊഴിൽ രംഗം ഏറ്റവും അധികം നിസ്സഹായതയോടെ, വേദനയോടുകൂടി, നമ്മൾ പരസ്പരം വിഷമത്തോടുകൂടി പറഞ്ഞിട്ടുള്ളതും പങ്കിട്ടിട്ടുള്ളതുമായൊരു കാര്യമുണ്ട്. അത് നമ്മുടെ വേതനത്തെ പറ്റിയുള്ള വിഷയമാണ്. ജോലി ചെയ്താൽ അതിന് കൂലി വേണം. അതെന്ത് ജോലിയായാലും അത് നമ്മുടെ ജന്മാവകാശമാണ്, ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്. നമ്മളെല്ലാവരും ടെലിവിഷൻ രംഗത്ത് തുടങ്ങിയ കാലം മുതൽ എത്ര പേര് അതിൽ പ്രവർത്തിച്ചതെന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഈ ചെറിയ പെട്ടി തുറക്കുന്ന അന്ന് മുതലുള്ള ആളാണ്. അതുകൊണ്ട് എനിക്കറിയാം, പലരും വർക്ക് കഴിയുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് പോവുക. വീട്ടിൽ ചെല്ലുമ്പോൾ മക്കൾ കാത്തിരിക്കും, ഭാര്യ കാത്തിരിക്കും, അമ്മ കാത്തിരിക്കും, സഹോദരി കാത്തിരിക്കും. ഓരോ കുടുംബത്തിൻ്റെയും പ്രതീക്ഷയാണ് ഓരോരുത്തരും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഒരു ചെക്ക് ലീഫ് ആയിരിക്കും കയ്യിലുള്ളത്. ഇത് അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഇതിലേക്ക് പൈസ വരില്ല. എത്രയോ അനുഭവങ്ങൾ, കണ്ണുനീരുകൾ നമ്മൾ കണ്ടതാണ്. നിങ്ങൾ കേട്ടോളുക, കഴിഞ്ഞ ഒരു ചെറിയ ഷോർട്ട് പീരീഡ് കൊണ്ട് 1,50,00,000 രൂപ നമ്മുടെ പ്രവർത്തകർക്ക് കിട്ടേണ്ട വേതനം നിഷേധിക്കപ്പെട്ടിരുന്നത് ഈ സംഘടന വാങ്ങിച്ചവർക്ക് കൊടുത്തിട്ടുണ്ട്.
1,50,00,000 കൂടുതലേ ഉള്ളൂ, കുറവുണ്ടാവില്ല. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നൊമ്പരങ്ങൾ ഒരിക്കലും കേൾക്കാതെ പോവുകയായിരുന്നു. നമ്മുടെ അവകാശങ്ങൾ പരിഹാസ്യമായി നിഷേധിക്കപ്പെടുകയായിരുന്നു. ചോദിക്കുമ്പോൾ പുച്ഛത്തോടുകൂടിയുള്ള മറുപടിയാണ്, ഭീഷണി വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സംഘടനയുടെ പ്രസക്തി, ഈ സംഘടനയുടെ നിലനിൽപ്പിൻ്റെ ആവശ്യകത നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്, ബാധ്യതയാണ്, ധർമ്മമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ 1,50,00,000 രൂപ കടലിൽ അരിഞ്ഞു തീരേണ്ട പണം നമ്മുടെ ഓരോ വീടുകളിലേക്കും എത്തിച്ചേർന്നു എന്നുള്ളത്. കടലിലല്ല, കണ്ണീരിൽ എന്ന് തന്നെ പറയണം. ഇതിന് നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ഈ ബുദ്ധിമുട്ടിൽ നമ്മൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി കഴുത്തിന് പിടിച്ച് വാങ്ങിച്ചതല്ല. നമ്മൾ പറയും ട്രേഡ് യൂണിയൻ സംസ്കാരം എന്ന് പറയുന്നത് ഒരു മിലിറ്റന്റ് സംസ്കാരമാണ് കേരളത്തിൽ എന്നൊക്കെ പറയും. ഒരിക്കലുമല്ല. സ്വെഫ്കയ്ക്ക് അങ്ങനെ ഒരു സംസ്കാരമില്ല. അങ്ങേയറ്റം മാന്യമായി, നീതിപൂർവം, പരസ്പര ബഹുമാനത്തോടെ, യാതൊരുവിധ വിദ്വേഷങ്ങളുമില്ലാതെ നമ്മൾ ആദ്യമായി ഒരു ലെറ്റർ നമ്മൾ ഈ കൺസേൺ പ്രൊഡ്യൂസർക്ക് അയക്കും. അതിനകത്ത് വിശദമായ ഈ പേയ്മെന്റിനെ സംബന്ധിച്ചുള്ള കണക്കുകൾ കാണും. അതിന് സത്യസന്ധമായ അവകാശം പ്രകടിപ്പിച്ചിരിക്കും. ചിലർ വളരെ മാന്യതയുള്ള നമ്മുടെ ഈ രംഗത്തെ പ്രൊഡ്യൂസർമാർ, ബഹുഭൂരിപക്ഷം പേരും ഈ ലെറ്ററിനെ ഓണർ ചെയ്തിട്ടുണ്ട്, കാശ് തരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്, കാശ് തന്നിട്ടുണ്ട്. എന്നാൽ പലയിടത്തും നമുക്ക് വളരെ തിക്തമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ മാന്യമായി തന്നെ അവരെ പേഴ്സണലായിട്ട് തന്നെ നമ്മുടെ നേതാക്കന്മാർ പോയി കാണാറുണ്ട്, അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താറുണ്ട്. അപ്പോഴും ഈ പണം കൊടുക്കുന്ന സംബന്ധിച്ച ഒരു സൗമനസ്യം പല സ്ഥലങ്ങളിലും കണ്ടിട്ടില്ല. അത്തരം സന്ദർഭങ്ങളിൽ ആസ് എ ട്രേഡ് യൂണിയൻ നമുക്ക് പ്രതികരിക്കേണ്ടി വരും, പ്രതികരിച്ചിട്ടുണ്ട്, പ്രതികരിക്കും. എന്തുകൊണ്ടാണ്? അർഹതപ്പെട്ടതാണ്. അവിടെ ചിലപ്പോൾ ഒരു സമരമുഖം നമുക്ക് കൊണ്ടുവരേണ്ടി വരും. ആ സമരമുഖം എന്ന് പറഞ്ഞാലും അത് നിഷേധാത്മകമായ നെഗറ്റീവായിട്ടുള്ള വർക്കിനെ തടസ്സപ്പെടുന്ന ഒരു സമരമുഖമല്ല. അത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഫെഫ്കയുടെ ഭാഗത്തുനിന്ന്. അസന്നിഗ്ധമായി പറയാൻ കഴിയും. നമ്മളവിടെ ചെല്ലും, അവരോട് സൗമനസ്യത്തോടുകൂടി പറയും, ഞങ്ങളുടെ പണം തരൂ, എന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ നടത്തിക്കൊള്ളൂ, നിങ്ങളുടെ വർക്ക് ഞങ്ങൾ തടസ്സപ്പെടുത്തില്ല, ഞങ്ങൾ പുറത്ത് നിൽക്കും. വർക്കിൻ്റെ സെറ്റിനുള്ളിൽ ഒറ്റയാൾ പോലും കാലുകുത്തില്ല, പുറത്ത് നിന്നുകൊണ്ട് പറയും ഞങ്ങളുടെ പണം തരൂ. അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും അതൊരു ഭീഷണി പോലെ എടുക്കുകയും പോലീസിനെ വിളിക്കും, ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആക്കി മാറ്റാനും പലരും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ പറയും ഇത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അല്ല, ഇതൊരു തൊഴിൽ പ്രശ്നമാണ്. തൊഴിൽ പ്രശ്നം തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് എവിടെ വേണമെങ്കിലും ഉന്നയിക്കാം. അതിനുള്ള അവകാശം ഭരണഘടന നമുക്ക് തരുന്നുണ്ട്. നമ്മളത് ഉന്നയിക്കുമ്പോൾ പോലീസിനെ വിളിച്ചുകൊണ്ടുവന്നാൽ നമ്മളെ അക്രമികളായും ഗുണ്ടകളായും ചിത്രീകരിച്ചുകൊണ്ടുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു ലെറ്ററുണ്ട്, ഒരു സംഘടനയുടെ ലെറ്റർ എനിക്ക് പേഴ്സണലായിട്ട് വന്നതാണ്. നിങ്ങളൊരു ഗുണ്ടാ സംഘവുമായി വന്ന് സെറ്റിൽ ആക്രമിച്ചു കയറി വർക്കിനെ സ്തംഭിപ്പിച്ചു എന്ന ആരോപണമുണ്ട്. ആയതിനാൽ ഈ സംഘടനയ്ക്ക് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ തരണം എന്ന് പറഞ്ഞ് നമ്മുടെ ഈ സംഘടന തുടങ്ങിയ കാലത്തുള്ള ഒരു സമരത്തെ തുടർന്ന് എനിക്കൊരു ലെറ്റർ വന്നിട്ടുണ്ട്, പലർക്കും വന്നിട്ടുണ്ട്. നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ഉണ്ണിത്താനും വന്നു. പക്ഷേ ഇതിനെ നമ്മളെങ്ങനെ നേരിട്ടു? നമ്മൾ അവിടെയും വളരെ സഹനത്തോടുകൂടി നേരിടുകയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അധികാരികളെയും കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോഴൊക്കെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറി ഇറങ്ങി വരുമ്പോഴും നമ്മളെ അവകാശം നേടിയെടുത്തേ വന്നിട്ടുള്ളൂ. ഒരിക്കൽ പോലും പരാജയപ്പെട്ട് വന്നിട്ടില്ല ഇന്ന് ഈ നിമിഷം വരെ. ഇനിയും അതുണ്ടാവില്ല. 1,50,00,000 നമുക്ക് അവകാശപ്പെട്ടത് നമ്മുടെ കയ്യിലേക്ക് തന്നെ വരുത്താൻ ഈ സംഘടനയ്ക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ സഹനത്തിൻ്റെയും സൗമനസ്യത്തിൻ്റെയും വിദ്വേഷരഹിതമായ അപ്രോച്ചോടുകൂടി നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർമാരെ സമീപിക്കും.
നമുക്കറിയാം ചുവരില്ലാതെ ചിത്രം വരയ്ക്കാൻ പറ്റില്ല. പ്രൊഡ്യൂസർമാരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അനിവാര്യതയാണ്. ഭൂമിയില്ലാതെ വിത്ത് നടാൻ പറ്റില്ല. പക്ഷേ വിത്ത് നട്ടാൽ മതിയോ? അത് കിളുക്കണ്ടേ? അതിൽ നിന്ന് നല്ല സുമധുര ഫലങ്ങൾ ഉണ്ടാവണ്ടേ? അതിനെന്ത് വേണം? വളം വേണം, വളർത്താനുള്ള വൈദഗ്ധ്യം വേണം, സ്കില്ല് വേണം, വെള്ളം വേണം. ഇതാര് കൊടുക്കും? രാപ്പകൽ ചോര വിയർപ്പാക്കി കഷ്ടപ്പെടുന്ന നമ്മുടെ തൊഴിലാളികളാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം, അതിൻ്റെ ഒരു അവകാശം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് നമ്മുടെ വേതനം. അത് കിട്ടിയേ പറ്റും. ഇത്തരം കാര്യങ്ങളിൽ വളരെ സുചിന്തിതമായ അഭിപ്രായവും തീരുമാനവും നമ്മുടെ സംഘടനയ്ക്കുണ്ട്. ആയതുകൊണ്ട് തന്നെയാണ് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഇന്ന് വരെ ഇല്ലാതിരുന്നൊരു കാര്യം നമ്മൾ ചെയ്തത്. എന്താണത്? കേരളത്തിൽ ഇന്ന് വരെ ഇല്ലായിരുന്നത്, ഈ മേഖലയിൽ നിർമ്മാതാക്കളുടെ ഒരു സംഘടനയില്ലായിരുന്നു. നമ്മുടെ ടെലിവിഷൻ സംഘടനയുടെ നേതൃത്വത്തിൽ, ഫെഫ്കയുടെ നേതൃത്വത്തിൽ നമ്മൾ ടെലിവിഷൻ നിർമ്മാതാക്കളുടെ ഒരു സംഘടന ഉണ്ടാക്കി. നമ്മൾ ആ സംഘടനയെ പ്രൊമോട്ട് ചെയ്തു. പ്രഗത്ഭരായ നിർമ്മാതാക്കൾ അതിലേക്ക് വന്നു. നമ്മൾ അവരുമായിട്ട് വേതന കരാറുണ്ടാക്കി. അതനുസരിച്ച് നമ്മൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പൊട്ടലും ചിറ്റിലുകളൊക്കെ ഉണ്ട്. നമ്മളെ നോക്കി കൊഞ്ഞനെ കുത്തുന്നവരുണ്ട്. നമുക്കറിയാം, അതെല്ലാം നമുക്കറിയാം. അവരോടൊന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നമുക്ക് പറയാനുള്ളൂ, ഒരിക്കലും നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളല്ല. ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന് കൈ നീട്ടുന്നത് ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ടാണ്. അത് വൈകിപ്പിക്കാതെ, ഞങ്ങളുടെ കുടുംബത്തിനെ പട്ടിണിക്കിടാതെ, കൃത്യമായ സമയത്ത് സമയോചിതമായി അവകാശപ്പെട്ട വേതനം ഞങ്ങൾക്ക് തരണം. ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയാറുള്ളൂ. തന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കത് വാങ്ങിക്കേണ്ടി വരും. അപ്പം മാത്രമേ അടുത്ത ഒരു സ്റ്റെപ്പിനെ കുറിച്ച്, അതും നമ്മൾ ആരെയും ഉപദ്രവിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ടോ അല്ല എന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കുകയാണ്. നമ്മുടെ നിർമ്മാതാക്കളായ സുഹൃത്തുക്കളോടും വളരെ വളരെ സൗഹൃദ സ്നേഹത്തോടും കൂടി മാത്രമേ ഈ പ്രസ്ഥാനത്തെ, ഈ ടെലിവിഷൻ രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഫെഫ്ക MDTV ആഗ്രഹിക്കുന്നു. രണ്ടാമതൊരു കാര്യം, നേട്ടമെന്ന് ഞാൻ പറഞ്ഞത്, നമ്മുടെ ആരോഗ്യരംഗത്തെ ശക്തമായ ഫെഫ്കയുടെ സാന്നിധ്യമാണ്. നമ്മുടെ തൊഴിലാളികൾക്ക്, നമ്മുടെ അംഗങ്ങൾക്ക് ഇതുവരെ ഏതാണ്ട് ഒരു 18 ലക്ഷമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയല്ല? 18 ലക്ഷം രൂപ നമ്മൾ ഈ കഴിഞ്ഞ ആരോഗ്യ സുരക്ഷാ പദ്ധതി തുടങ്ങിയതിന് ശേഷം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. സന്ദർഭോചിതമായി എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലൈസേഷൻ, ഇമ്മീഡിയറ്റ് കെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരിട്ടും വ്യക്തിപരമായി അല്ലാതെ ഒക്കെ ഹോസ്പിറ്റൽസിലും അത് ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറായി നമ്മുടെ പ്രവർത്തകർ നേതൃത്വമുണ്ട്. 18 ലക്ഷം രൂപ നമ്മൾ ഇതുവരെ കൊടുത്തു കഴിഞ്ഞു. ഇനിയും ഗംഭീരമായ രീതിയിൽ ആരോഗ്യ സുരക്ഷാ പദ്ധതി പുരോഗമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നിരവധി 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 മിഴിവിൻ്റെ കാരണങ്ങൾ എനിക്ക് അക്കമിട്ട് പറയാനുണ്ട്. സമയക്കുറവുണ്ട്, പരിമിതി കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. എങ്കിലും ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം. അതായത് സ്ത്രീ സുരക്ഷ, അതൊരു വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ് ഈ മേഖലയിലുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എവരിഡേ നമ്മൾ ഫേസ് ചെയ്യുന്ന, യൂട്യൂബിലൊക്കെ കാണുന്ന സംഭവങ്ങളാണതല്ല. ഈ മേഖലയിലെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം 100% ഉറപ്പുവരുത്താൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. ICC കൂടാതെ നമുക്ക് വുമൻസ് സെല്ലുണ്ട്. ഒരു പ്രശ്നം വന്നാൽ നേരിട്ട് സംഘടന ഇടപെടുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സംഘടന ഇടപെട്ട് സംഘടനാപരമായ നടപടി മാത്രമല്ല, നിയമപരമായ നടപടിയും കർശനമായി എടുക്കാൻ ഈ സംഘടന ഓരോരുത്തരെയും സഹായിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും അതിനെ സംബന്ധിച്ച് ആർക്കും ഒരു സംശയം വേണ്ട. വളരെ ശക്തമായ രീതിയിൽ ഈ സംഘടന മുന്നോട്ട് പോകുന്നു. ചാനലുമായി സംസാരം നടക്കുന്നു, ചർച്ചകൾ നടക്കുന്നു. ചാനലുമായി ചേർന്നുകൊണ്ട് സംഘടന കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ നമുക്ക് ഇന്ന് സംഘടനയെ സംബന്ധിച്ചുള്ള ഒരു സങ്കടകരമായൊരു കാര്യം, നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ B. ഉണ്ണികൃഷ്ണൻ്റെ സാന്നിധ്യമാണ്. അദ്ദേഹത്തിന് സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നു കുറച്ച് ദിവസം. നമുക്കറിയാം, എന്ത് കാര്യമുണ്ടെങ്കിലും ഓടി വരും. പക്ഷേ ഒരു തരത്തിലും യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടറുടെ നിർദ്ദേശത്തിനെ തുടർന്നാണ് അദ്ദേഹം ഇവിടെ വരാത്തത്. പക്ഷേ അദ്ദേഹം തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഇവിടെ നമ്മുടെ അതിഥികളായിട്ട് പകരം നമുക്ക് എത്തി എന്ന് പറയല്ല, പ്രഗത്ഭരായ ഫെഫ്കയുടെ നേതാക്കന്മാർ, നമ്മുടെ ശ്രീമാൻ ബാദുഷയും
ശ്രീമാൻ ഷിബു ജി സുശീലൻ എന്നുള്ള ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.